നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. PV അൻവർ MLAക്ക് ജാമ്യം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ റിമാൻഡിലായി തവനൂർ ജയിലിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപ കെട്ടിവെക്കണമെന്നും എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരാകണമെന്നുമാണ് ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നത്. കൂടാതെ പൊതുമുതൽ നശിപ്പിച്ചതിന് 35,000 രൂപയും കെട്ടിവെക്കണം. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അത് തള്ളിയാണ് കോടതി അൻവറിന് ജാമ്യം അനുവദിച്ചത്. നിലമ്പൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് PV അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്നത്. PV അൻവറിനെ കൂടാതെ മറ്റ് 10 പേർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തത്. പോലീസുകാരെ ആക്രമിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അൻവർക്കെതിരെ കേസെടുത്തത്. വിശദമായ വാദം കേട്ട ശേഷമാണ് അൻവറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറഞ്ഞത്. DMK പ്രവർത്തകർ പ്രതികളായ കേസിൽ പോലീസ് റിപ്പോർട്ട് വൈകിപ്പിക്കാൻ നീക്കം നടന്നുവെന്നും ജയിലിൽ കുടുക്കാൻ ശ്രമം നടത്തിയെന്നും PV അൻവറിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷനും വാദിച്ചു. അറസ്റ്റ് നിർബന്ധമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും തിരക്കിട്ടാണ് അറസ്റ്റ് നടത്തിയതെന്നും അൻവറിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഒരു നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ നേരിട്ട് ഹാജരാകുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ചെയ്തത്. ഏത് സമയത്തും അന്വേഷണത്തിന് ഹാജരാകാമെന്നും ജാമ്യം നൽകണമെന്നുമാണ് അൻവർ കോടതിയെ അറിയിച്ചത്. അവസാനം പ്രോസിക്യൂഷൻ വാദങ്ങൾ ഒന്നും മുഖവിലക്കെടുക്കാതെയാണ് അൻവറിന് ജാമ്യം അനുവദിച്ചത്. ആദിവാസിയായ മണിയെ കാട്ടാന ചവിട്ടിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ അൻവറിന്റെ നേതൃത്വത്തിൽ ഉപരോധം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് PV അൻവറിന്റെ വീട് വളഞ്ഞ് രാത്രി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു.